ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളല്ലേ ആയിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ തളർന്ന മക്കളോടുകൂടെ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം ഈ സമയം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പായിരുന്നു. ഞാൻ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ പുതുജീവൻ തന്ന് പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിന്നും ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് ഈ വർഷത്തെ മാതാവിൻ്റെ ബർത്ത്ഡേയും നടത്തണമെന്ന് വിചാരിക്കുകയും അതുപോലെ എല്ലാം പ്ലാൻ ചെയ്യുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, തളർന്ന മക്കൾക്ക് ആശ്വാസമാണ് പരിശുദ്ധ അമ്മ. ഇവിടെ ഇന്ന് 100ഓളം തളർന്ന മക്കൾ, വീൽ ചെയറിലിരിക്കുന്ന മക്കൾ ഒന്നിച്ചുകൂടി പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ മാത്യൂസ് എന്ന് പറയുന്ന ബ്രദറാണ് ഇവരെയെല്ലാം കൊണ്ടുവരുന്നത്. പ്രിയ സഹോദരങ്ങളെ, തളർന്ന മക്കളുടെ ഈ അവസ്ഥ അത് ഒരു ദൈവീക കൃപയാക്കി മാറ്റാൻ ഈ ബ്രദർ വളരെയധികം സഹായിക്കുന്നുണ്ട് മനുഷ്യരെ. ഒരു ഗതിയുമില്ല എന്ന് വിചാരിച്ച് ഇനി പുറത്തേക്കൊരു ജീവിതമില്ല എന്നൊക്കെ വിധി എഴുതിയ പല മക്കളും പിന്നീട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വീൽ ചെയറുകളിലിരിക്കുന്ന മക്കളാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതം എത്രയോ നന്മയുള്ളതാക്കിയിട്ടാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ഓർക്കും. എല്ലാ രോഗികളും അവരവരുടെ വണ്ടികളിൽ നിന്നിറങ്ങി വീൽ ചെയറിലിരുന്ന് മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വരികയാണ്. അതൊരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും ഈ മക്കളെ ഒന്നിച്ചു ചേർത്തി അവരോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയുക ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതം ഓർത്താൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ഈശോ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കുറവുകളൊക്കെ കൊടുക്കും. കാരണം അവരത് സ്വീകരിക്കും. നമുക്കല്ലേ പരാതി, ഒരു ചെറിയ കുറവ് വരുമ്പോഴേക്കും, ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പോഴേക്കും എന്തൊരു ടെൻഷനാണ്. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. ഇവരെയൊക്കെ വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് കണ്ട് അവരെ ഒന്ന് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. പലതരത്തിലുള്ള മക്കളെ കണ്ടുമുട്ടാം. അവരെ എത്ര സ്നേഹത്തോടെയും എത്ര സന്തോഷത്തോടു കൂടിയുമാണ് ഈ അവസ്ഥയെ അംഗീകരിച്ചിട്ടുള്ളത്. അവരിൽ നിന്നും നമുക്കേറെ പഠിക്കാനായിട്ടുണ്ടാകും. ഇന്ന് ഇവിടെ വന്ന ഓരോ മക്കൾക്കും ശനിയാഴ്ച പ്രാപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. പെൻഡിങ്ങുകളെല്ലാം വെഞ്ചരിച്ച് പുരോഹിതൻ്റെ കൈകളെ കൊണ്ട് അത് കഴുത്തിൽ അണിയിച്ച് ഇവിടെ വന്ന എല്ലാവരും
ശനിയാഴ്ച വരത്തിന് ഉടമകളായി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ മക്കളെയും ഇതുപോലെ ഒന്നിച്ച് കൊണ്ടുപോകാനും അവരെ ശുശ്രൂഷിക്കാനും മാത്യൂസ് ബ്രദർ എപ്പോഴും ഒപ്പമുണ്ട്. കുറവുകളെല്ലാം പരിഹരിക്കാൻ. എൻ്റെ ജീവിതത്തിൻ്റെ വിളി ഇതാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിത്വങ്ങൾ. എല്ലാവരും വണ്ടി ഇറങ്ങാൻ ഒരാളുടെ സഹായം കാത്ത് നിൽക്കുകയാണ്. ഇത് ഇവരുടെ അപ്പൻ. ഇവരെല്ലാവരും അപ്പൻ എന്നാണ് മാത്യൂസ് ബ്രദർ വിളിക്കുക. ഇതുപോലെ എടുത്തു കൊണ്ടുവന്ന് മക്കളെ മുഴുവൻ പോസിറ്റീവ് എനർജി ഉള്ളവരാക്കി മാറ്റി. മാത്രമല്ല, ഒട്ടും നടക്കാൻ പറ്റാതെ കിടന്ന ഓരോ മക്കളെയും ഓപ്പറേഷനുകൾ കഴിപ്പിച്ച് എക്സസൈസുകൾ ചെയ്യിപ്പിച്ച് പിന്നീട് അവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യമാവുകയും അവർക്കൊരു 3-വീലർ വാങ്ങിക്കൊടുത്ത് അവരുടെ ജീവിതം ഉറപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുകയാണ് ഈ ബ്രദർ. ഇതിൽ തന്നെയുള്ള ഈ സഹോദരിയും കുറേയേറെ സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ സന്തോഷമാണ്. കാരണം അമ്മയുടെ ബർത്ത്ഡേ ദിനത്തിൽ പുറത്തിറങ്ങാനും ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല അവസരമാണല്ലോ ഇത്. അമ്മ മാതാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ. ഇവരുടെ എല്ലാം ഈ ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോയുടെ സഹനത്തോട് കൂടിച്ചേർത്ത് നമുക്കും കാഴ്ചവെക്കാം. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ഞാനുണ്ടായിട്ടില്ല. ഈ വർഷം ഞാനുണ്ടായപ്പോൾ വലിയ സന്തോഷത്തോടെ ഓരോ മക്കളും പ്രതികരിക്കുന്നത് കേട്ടു. പ്രിയ കൂട്ടുകാരെ, കിട്ടിയ ജീവിതം പാഴാക്കാതെ ശുശ്രൂഷകളുമായി മുന്നേറുന്ന ഈ ബ്രദർ
എന്നും ഇത് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ദിനത്തിലെ ആഘോഷങ്ങളെ പോലെയാക്കുകയാണ് ഈ സഹോദരൻ. ശക്തി ഉന്നതങ്ങളിൽ നിന്ന് തന്നെ. ഇവർ പാട്ടുപാടിയും മാതാവിൻ്റെ ജപമാല ചൊല്ലിയുമൊക്കെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. ഇത് ബിൻഡോയാണ്. ബിൻഡോ, തളർന്ന് കിടക്കുന്ന ബിൻഡോ പാട്ടുപാടും. പഴംതുണികളെ കൊണ്ട് കിളികളെ ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിൻഡോ ചെയ്യും. പലതരത്തിലാണ് ആളുകളെ കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊന്നും ഇങ്ങനെ പറ്റിയെന്ന് വരില്ല. കാരണം അതിന് ഒക്കെ ഒരു വശം വേണം, ഒരു നേക്കുണ്ട് ഇവരെങ്ങനെ കൊണ്ടുവരാൻ. ഒരു മനുഷ്യൻ്റെ ഫുൾ വെയിറ്റ് എടുത്തിട്ടാണ് ഇവർ, അതിന് പരിചയം തന്നെ വേണം. ഇങ്ങനെ കുറേ പേരെ മാത്യൂസ് ബ്രദർ, ഇവരുടെ അപ്പൻ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഈ അപ്പച്ചന് പ്രായാധിക്യം കൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കൂടി ചേർന്ന് ഒത്തൊരുമിക്കാൻ. അത് പ്രായമായവർക്കും അല്ലാത്തവർക്കും അങ്ങനെയാണല്ലോ. അപ്പോഴായിരിക്കും അവർ 4 ആളുകളെ കാണുന്നതും ഒരു പക്ഷേ മുഖത്തൊരു ചിരി വരുന്നതൊക്കെ അപ്പോഴായിരിക്കും. കാരണം ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകൾ ഓർക്കലും അതിനുള്ള തത്രപ്പാടുമാണ്. ഇങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോൾ വേറെ ഒന്നും ഓർക്കില്ല. ഇവിടെ വന്ന് കളി ചിരി അങ്ങനെ ഒരു ദിവസം സന്തോഷിക്കാൻ തിരഞ്ഞെടുത്തതാണ് ഞാൻ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഉൾവിളി കിട്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും ഇതിനായിട്ട് ഒരുങ്ങും. ഒരു വർഷം മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് കണ്ടുകൂടാ. എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. എനിക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ ഇവരെക്കാളും വലിയ ഒരു എന്തോ മഹാരോഗിയായി ഇവരുടെ ആലിസ് അമ്മച്ചി എന്നാണ്. അത് സത്യം തന്നെയാണ്. ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരീരത്തിൽ രോഗാണുക്കൾ കയറിയിട്ടുള്ള പ്രശ്നമില്ലല്ലോ. ഒന്നുകിൽ ജന്മനാൽ വന്ന വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ കൂടെ വന്ന വൈകല്യങ്ങൾ. പിന്നെ അതും കൊണ്ട് ജീവിതത്തിൽ മുന്നേറണം, അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ശരീരത്തിൻ്റെ ഉള്ളിൽ മാരകമായ ക്യാൻസറിൻ്റെ അണുക്കളല്ലേ, അതവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കണ്ണില്ലാത്തവർക്ക് എന്നെ കൈ പിടിച്ച് നോക്കണം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. അത് എൻ്റെ കൈയും ഇതൊക്കെ പിടിക്കുമ്പോൾ, വിരലുകൾ പിടിക്കുമ്പോൾ അറിയാം ഞാനൊരു മഹാരോഗിയാണെന്ന്. എന്തായാലും ഈ രോഗാവസ്ഥയിലും ഞാനിങ്ങനെ നിലനിൽക്കുന്നു അത്ഭുതകരമായിട്ട്.
കണ്ണ് കാണാത്ത മോനെ കൊണ്ടുവരുന്ന കാഴ്ചയാണിത്. കണ്ണ് കാണാത്തവരും കയ്യും കാലും പൊന്തിക്കാൻ പറ്റാത്തവരും അങ്ങനെ പലതരത്തിലുള്ള ജീവിതങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകില്ല. പ്രിയ സഹോദരങ്ങളെ, മാതാവിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ വിഷ് നൽകി. അവർക്കൊക്കെ ശരിയായ സ്ഥാനങ്ങൾ നൽകാനും അവരുടെ രീതിയിൽ ഇരുത്താനുമാണ് ഈ ബ്രദർ ഇങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കഷ്ടപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇത്രയും ആളുകളെ ഇങ്ങനെ ഇരുത്താനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് വിഷമങ്ങളുമുണ്ട്. എങ്കിലും ഇവർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഇങ്ങോട്ട് വരിക. കാരണം കഴിഞ്ഞ വർഷം ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനില്ലാതെ ഈ വീട്ടിൽ നടത്തിയ ബർത്ത്ഡേ ആഘോഷം അവർ പറയുമായിരുന്നു, കഴിഞ്ഞ വർഷം മരിച്ചു എന്ന് വിചാരിച്ച ആളല്ലേ, ഇപ്പോഴെങ്ങനെയുണ്ട് എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നത് അവരെക്കാൾ മാരകമായൊരു രോഗമാണ് എനിക്ക് എന്നാണ്. ഞാൻ അവരോട് പറഞ്ഞു, പുതുജീവൻ കിട്ടിയത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ നിൽക്കുന്നത്. സത്യത്തിൽ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. ഇവർ എന്നെ തേടി നടക്കുകയായിരുന്നു വീട്ടിൽ വന്നിട്ട്. കാരണം എൻ്റെ രൂപമൊക്കെ മാറിപ്പോയല്ലോ. എങ്കിലും അവർക്ക് സന്തോഷം, എനിക്കും സന്തോഷം. ഒരു വലിയ സഹനത്തിലൂടെ കടന്നു വന്ന് വീണ്ടും ഇങ്ങനെ നിൽക്കുക, അത് ഒരു അത്ഭുതം തന്നെയാണ്. ഈ വർഷവും മാതാവ് ഞങ്ങളെ സമ്മാനം തന്ന് അനുഗ്രഹിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ ആമാശയത്തിൽ ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഫ്രാൻസിസ് ഏട്ടൻ ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നീട് പാൻക്രിയാസിലെ ക്യാൻസർ അറിയുകയും അതായിരുന്നു ആദ്യത്തെ സഹനം. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ സമ്മാനം. ഇന്ന് വീണ്ടും ഫ്രാൻസിസ് ഏട്ടന് സുഖമില്ലാതെ ഡെങ്കു പനിയാണെന്ന് തോന്നുന്നു. അതൊരു വലിയ സഹനം. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുദിന ജീവിതത്തിലെ കുരിശെടുക്കാതെ സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന്. ഇവരൊക്കെ ചോദിച്ചു, എന്താ ആലിസമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഇത്രമാത്രം സഹനങ്ങൾ? ചായ കുടിക്കുന്നത് പറയൂ, അടുപ്പിച്ച് പാടിയാണോ? സ്വരമായി തീർന്നിടും ദുഃഖമകറ്റിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകറ്റിടുവാൻ അമ്മേ യാചിച്ചിടണമേ, ദുഃഖമകറ്റിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകറ്റിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ.
തലമുറകൾ തോറും പാടും വാദ്യങ്ങളിൽ ശവമണിമാലകളിൽ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നെറ്റുവിടച്ചു കോളും കാറ്റുവരിയുന്ന മേച്ചിൽ പോറങ്ങളിലൂടെ കാറ്റുവിടച്ചു കോളും കാറ്റുവരിയുന്ന മേച്ചിൽ പോറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഇത് ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുന്നിൽ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുന്നിൽ മുൾമുടി ചൂടി കുരിശും ചുവന്നീട മുട്ടി നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഞങ്ങളുടെ എല്ലാ വിഷമസന്ധിയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കേണ്ട കർത്താവേ, ഈശ്വരാധന ആരാധന 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 ആരാധന. ഒന്നാം രഹസ്യം, പ്രിയപുത്രനായ ഈശോമിശിഹ ഗർഭധരിച്ച് പ്രസവിക്കുന്ന മംഗളവാർത്ത ഗർഭിണിമാനായ പരിശുദ്ധ കന്യകമറിയത്തെ അറിയിച്ചു എന്നിവർക്ക് ധ്യാനിക്കാം. മാതാവേ, അങ്ങ് ദൈവസ്ഥിതിക്ക് ഏഴുവഴങ്ങിയതുപോലെ ഞങ്ങളെല്ലാ കാര്യങ്ങളും ദേശം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വന്നവർക്കെല്ലാം ശനിയാഴ്ച വരം പ്രാപിക്കാൻ തക്കവണ്ണം ബെൻഡിങ്ങയും അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ മകനാണ്, അച്ഛൻ മകൻ. ആ നിൽക്കുന്നത് എൻ്റെ ഇളയമ്മയുടെ മകളാണ്. എല്ലാവർക്കും ഈ വർഷം ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമാണ്. എൻ്റെ ഇളയമ്മ ഈ അടുത്ത മാസങ്ങളിൽ ഒരു ഭക്ഷണത്തിൽ നിന്നും ഒരു ഇൻഫെക്ഷൻ കയറിയതാണെന്ന് സംശയിക്കുന്നു. സാൽമോണല്ല എന്ന് പറയുന്നൊരു ബാക്ടീരിയ കടന്നുകൂടി മരണത്തെ കണ്ടുമുട്ടിയതാണ്. ഇളമയുടെ മകളാണ് ഈ നിൽക്കുന്നത്. ഓരോരുത്തർക്കും ആരോഗ്യ മാതാവിൻ്റെ അടുത്ത് ഏറെ നന്ദി പറയാനുണ്ട്. കാരണം
ഇതിൽ ഞങ്ങൾ കുറച്ചു പേർ ഈ ലോകത്തുണ്ടാകില്ല എന്ന് ലോകം മനസ്സിലാക്കിയതാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഏറെ വിസ്മയീകരിക്കപ്പെടുന്ന ഒരവസ്ഥ, ഒരു കാര്യം. കർത്താവിൻ്റെ പദ്ധതികൾ മനുഷ്യർക്ക് വിഭാവനം ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം വിദേശത്ത് നിന്ന് വന്ന സ്കാപ്പുലേഴ്സാണ്. ഇന്ന് വരുന്ന എല്ലാ മക്കൾക്കും ശനിയാഴ്ച വരത്തിൻ്റെ പ്രാർത്ഥനകൾ ഉത്തരീയ സഖ്യത്തിൽ അവർ ചേർത്ത് ഒരു പുരോഹിതൻ്റെ കരങ്ങളിൽ നിന്നും അത് ഏറ്റുവാങ്ങി സബട്ടൻ പ്രിവിലേജ് നേടിയെടുക്കാൻ ഈ ഒരു കൂട്ടായ്മയെ ഞാൻ ഇതുപോലെയാണ് വിനിയോഗിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവർക്കും മരിച്ചാൽ അടുത്ത ശനിയാഴ്ച അമ്മ മാതാവ് വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും ഒരു നല്ല സ്ഥലത്തേക്ക്. അതും കൂടിയായിരുന്നു ഇന്നത്തെ ഈ ആഘോഷത്തിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവർക്കും സന്തോഷമായി. കാരണം എല്ലാവരും വിചാരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച മാതാവ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ എന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ ജപമാലരാജി, സമാധാനത്തിന്റെ രാജി, വിശുദ്ധ ഔഷപിതാവേ, പരിശുദ്ധ പരമാദിവ്യാകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യാകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യാകാരുണ്യത്തിന് ഇതെടുത്ത് കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാ ദൈവങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശ്വരാധന ആരാധന ആരാധന യേശുവേ ആരാധന സമർപ്പിക്കുന്ന കർത്താവേ, ഇവിടുത്തെ ദേവാലയത്തിലെ വൈദികനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വൈദികരെല്ലാ ദൈവങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ബഹളങ്ങളുടെ ഇടയിൽ ചെല്ലാൻ പറ്റിയിരിക്കുന്നത് ഈ കർമ്മരീത ഉത്തരീയം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ മറക്കാണ്ട് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ നമുക്ക് വേണ്ടി വെഞ്ചി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, അങ്ങയുടെ കരുണ പ്രകടമാക്കണമേ. അങ്ങയുടെ രക്ഷ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, മനുഷ്യകുലത്തിന്റെ വിമോചക, അങ്ങയോടും നിർമ്മല മാതാവിനോടുമുള്ള സ്നേഹത്താൽ അങ്ങയുടെ ദാസർ ഭക്തിപൂർവ്വം ധരിക്കാൻ പോകുന്ന ഈ ഉത്തരീയത്തെ അങ്ങയുടെ ശക്തിയാൽ പൗത്രീകരിക്കണമേ. ദേവമാതാവായ പരിശുദ്ധന്യാമരത്തിന്റെ മധ്യസ്ഥതയാലും ദുഷ്ടാരൂപങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടും അവർ അങ്ങയുടെ കൃപയിൽ മരണപര്യന്തം നിലനിൽക്കട്ടെ എന്നും ജീവിച്ചു വാഴുന്നവനായവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ അംഗമായി ചേർക്കുന്ന ക്രമം. ഈ ആശീർവദിച്ച ഉത്തരീയം സ്വീകരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യോഗ്യതകളാൽ ഇത് കളപ്പുടരാതെ ധരിക്കുന്നതിനുള്ള അനുഗ്രഹം നീ പരിശുദ്ധ കന്യാമറിയത്തോട് യാചിക്കുക. ഇത് നിന്നെ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുകയും
നിന്നെ നിത്യജീവനിലേക്ക് അനുധാവനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പരിശുദ്ധ യേശുക്രിസ്തുവിന്റെ കരുണയിലൂടെ കർമ്മലിത്ത സഭയ്ക്ക് ലഭിക്കുന്ന എല്ലാ ആത്മീയ നന്മകളിലേക്കും പങ്കുകാരനായി നിന്നെ പ്രവേശിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പരിശുദ്ധ കർമ്മല മാതാവിന്റെ ഉത്തരീയ സഖ്യത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുവാൻ കനിഞ്ഞ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പുരാതന സർപ്പത്തിന്റെ തലയെ തകർക്കണമെന്നും അതുവഴി നീ നിന്റെ ശാശ്വത പൈതൃകത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ എന്നും പരിശുദ്ധ കർമ്മല മാതാവിനോട് നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതന്നമ്മേ. കർമ്മലനാദേവാ കർത്താവിൽ നിന്നും അമ്മ പാർത്തട്ടിലെന്നും നീ ധന്യ താപസർക്കെന്നും നീ മാർഗം തനയരിൽ നിറയും ഭാഗ്യം ഭാഗ്യം. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. സുരപില സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ, സുരപില സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ, സ്വർഗം തുറന്നു ശ്രവിക്കണമെന്നും കർമ്മലനാടി തായേ തായേ. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾ അഭയം നിരസിക്കരുത് അമ്മേ. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. കർത്താവിൽ നിന്നും അമ്മ പാർത്തട്ടിലെന്നും നീ ധന്യ താപസർക്കെന്നും നീ മാർഗം തനയരിലെയും ഭാഗ്യം ഭാഗ്യം. അവിടെ പ്ലഗ് ഇല്ല, ഉള്ളില് വന്ന എല്ലാവർക്കും ശനിയാഴ്ച വരം പ്രാപിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സന്തോഷമായി. മദർ തെരേസയുടെ പോലെ സാരി എടുത്ത് എൻ്റെ ആൻറ്റിയാണ്, പ്രായം 73 എങ്കിലും ആൻറ്റിയും വന്നിട്ടുണ്ട്. ഈ പ്രിവിലേജിനെ കുറിച്ചിട്ട് ശരിയായിട്ടൊന്നും അറിയില്ല, എങ്കിലും ഒരു വെന്തിങ്ങയൊക്കെ കഴുത്തിൽ വാങ്ങിയിട്ട് മരിച്ച അടുത്ത ശനിയാഴ്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻസ് പൂർത്തീകരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വെൻഡിങ് ഇട്ടത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇത് കെൽവിനസിൻ്റെ സ്പോൺസറായിരുന്നു.
അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അപ്പോൾ ഒത്തിരി സഖ്യത്തിൽ അങ്ങ് മതി പൊക്കോട്ടാ. ശരി. ഇപ്പൊ ഈ കുടുംബത്തിന് ചേച്ചി പറയായിരുന്നു, കഴിഞ്ഞ വർഷം ഞാനാണ് കിടന്നിരുന്നെങ്കിൽ അതിന് മുന്നത്തെ വർഷം ട്രാൻസ്ലേറ്റനായിരുന്നു മതാനപരത്തുള്ള ആള് ആശുപത്രിയിൽ ക്യാൻസറായിട്ടുള്ള രോഗനിമിത്തം കിടന്നിരുന്നു. അപ്പൊ ഇത് ഈ കുടുംബത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. എന്താണത്? സഹനത്തിലൂടെ ഈശോയിലേക്ക്, സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, സഹനത്തിലൂടെ രക്ഷയുടെ മാർഗം ഈശോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം കുറവുകളും വേദനകളും വീഴ്ചകളും ഒക്കെ തന്നിട്ടുണ്ടോ, അതിനെ ഓർത്ത് നമ്മൾ ആരും നിരാശപ്പെടേണ്ട എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഈ പിറവിത്തിരുന്നാളിന്റെ അവസരത്തിൽ ഈ കുടുംബം സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ കുടുംബത്തിന് എന്തിന്റെ കുറവുണ്ടായിട്ടാണെന്ന് നമ്മൾ പറ്റി ചിന്തിച്ചു പോകും. എന്തുമാത്രം സമൃദ്ധി ഉണ്ടെങ്കിലും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും ദൈവം സഹനങ്ങളെ അയക്കും. സഹനങ്ങളിലൂടെ വിശദീകരിക്കപ്പെടാതെ നമുക്കൊരിക്കലും ഈശോയുടെ അടുക്കിലേക്ക് എത്താൻ പറ്റില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനായാലും മെത്രാനായാലും മാർപ്പാപ്പയായാലും ആരായാലും സഹനത്തിലൂടെ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. സഹനങ്ങളുടെ എണ്ണവും അതിൻ്റെ ആധിക്യമൊക്കെ ദൈവം നമുക്ക് തരുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പറയുക, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ആദ്യം LKG, പിന്നെ UKG, പിന്നെ 1ാം ക്ലാസ്, അങ്ങനെ പഠിച്ച് നമ്മൾ 10ാം ക്ലാസ്സിലെത്തും. 10 കഴിഞ്ഞ പിന്നെ +2-ലായി. അപ്പൊ ഈ LKG-യിലൊക്കെ പഠിച്ചിരുന്ന സുഖം 10ാം ക്ലാസ് പരീക്ഷ വരുന്നില്ല. 10ാം ക്ലാസ് പരീക്ഷ ജയിച്ച എളുപ്പത്തില് നമുക്ക് +2 പരീക്ഷ പാസ്സാക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിനായിട്ട് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന കാണുന്നത് ഇത് ഉണ്ടാക്കിയവരെയും ഇത് കഴിക്കാൻ പോകുന്നവരെയും ഒന്ന് സംഭവം അനുഗ്രഹിക്കണേ. ഈശോയെ ഈ ഭക്ഷണത്തിന് കാരണബോധിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പല വ്യക്തിനാൾ ഞങ്ങൾ ഓർക്കുകയാണ്. അനുവിൻ്റെ മുൻകൈ എടുക്കുന്ന ആരിസജ്ജയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഈശോയെ അവരോട് കൂടി ഉണ്ടായിരിക്കണമേ. ഈ വരുന്ന ഏറ്റവും കൃത്യമായി തീരാൻ ഇവരെല്ലാവരും അനുഗ്രഹിക്കണേ. ഈ ഭക്ഷണ ആശീർവദിക്കണമേ എപ്പോഴും എന്നേക്കും. ആമേൻ. മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ തന്നെ
നിനക്ക് സ്വസ്തി. പാപികൾ ഞങ്ങൾ നിൻ മക്കളല്ലോ, അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പാപികൾ ഞങ്ങൾ നിൻ മക്കളല്ലോ, അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ തന്നെ നിനക്ക് സ്വസ്തി. സഹനം നിറഞ്ഞൊരു ജീവിതയാത്രയിൽ എന്നെന്നും താങ്ങായി നിൽക്കണമേ. സഹനം തിങ്ങുമിൻ ജീവിതയാത്രയിൽ എന്നെന്നും താങ്ങായി നിൽക്കണമേ. സഹനത്തിൻ മാതൃക വഴിക്കെന്നെ നയിക്കണമേ. സഹനത്തിൻ മാതൃക മാഷുമാരും നയിക്കണമേ. മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ തന്നെ നിനക്ക് സ്വസ്തി. പാപികൾ ഞങ്ങൾ നിൻ മക്കളല്ലോ, പ്രിയ കൂട്ടുകാരെ, ഈ കുട്ടി 11 വയസ്സുള്ള കുട്ടി ബ്രെയിനിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപ പരിശുദ്ധ അമ്മയിലൂടെ മകനിലേക്ക് ഒഴുകി വരട്ടെ. ഈശോയുടെ തിരുരക്തം ഈ മകൻ്റെ ബ്രെയിനിലേക്ക് ഒഴുക്കണമേ. അതുപോലെ തന്നെ ഇവൻ്റെയും ഇവൻ്റെ മാതാപിതാക്കളുടെയും പൂർവീകരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തം പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി നമുക്ക് മാധ്യസ്ഥം വഹിക്കാം. ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛൻ MMB ആശ്രമത്തിലെ അച്ഛനാണ്. ഞങ്ങളുടെ വികാരി അച്ഛന് ഞായറാഴ്ച മാതാവിൻ്റെ ബർത്ത്ഡേ പള്ളിയിൽ ആഘോഷം, അതുകൊണ്ട് വരാൻ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആശംസകൾ ജന്മദിനാശംസകൾ, ആശംസകൾ ജന്മദിനാശംസകൾ. യോവാക്യം മന്ന ദമ്പതി വല്ലരിയിൽ പൂത്തുലഞ്ഞൊരു റോസാ പുഷ്പം. ആവേ മരിയ, ആവേ മരിയ, ഒരു പീസ് അമ്മയ്ക്ക് കൊടുക്കണം. ഫോട്ടോ എടുക്കുക. അച്ഛാ ഇനി നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കാർന്നോര് അമ്മായി കൊടുക്കാണെങ്കിൽ പണിയാ. എൻ്റെ ഡോറൊക്കെ തുറന്നു. ഒരു ചെറിയ പീസ് മതി. മേക്കപ്പ് ഒരു ഇനി കൈ കഴിയിക്കാം. Ave Maria, Ave Maria.
കഴുകാൻ പോയില്ല. അവർ കൈ കഴുകി റെഡി കൈ ആയിട്ടുണ്ടാവും. കഴുകിനെ ചെന്നോ ചെന്നോ വാ. ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് അവിടെ നിന്നാ മതി. എന്നാ ഇവിടെ നിന്നാ മതി കേട്ടാ. ഞാൻ പറഞ്ഞു മോള് ഒരു പ്ലേറ്റ് വാങ്ങിയോളൂ. ആ നീ ഇത്തിരി നീങ്ങി നിൽക്ക് പാസ് ചെയ്യാനേ. അപ്പം ആരും നിന്നോ, നീ നീങ്ങി നിൽക്കടി. ആ അവിടെ കൊടുത്താൽ മതി, അവിടെ കൊടുത്താൽ മതി. അവിടെ നീങ്ങണ്ട, അവിടെ നിന്ന് പാസ് നീ കൊടുക്കും. രണ്ട് തരാം, ഇത് തരാം. ഇവിടെ നിൽക്കി. നിക്കണ്ട ഇരുന്നോ ക്ലാപ്പ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ കുറേ പേര് കോണിയന്മേ കയറിയിരിക്കുക. സുഖമില്ലാത്തവരാണ്, അവർക്ക് ഇരിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരവിടെ കയറിപ്പറ്റും. കഷ്ടപ്പെട്ടാണെങ്കിലും മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഇതെല്ലാവരും വന്നിരിക്കുന്നത്. കണ്ണ് കാണാത്ത വിൽസനാണിത്. നമ്മൾ ലോകത്ത് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയും കുറേ ജീവിതങ്ങളുണ്ട് എന്നോർക്കുന്നത് നല്ലതാണ്. പണ്ടൊരിക്കൽ ഇവരുടെ കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ പോയപ്പോൾ ചോറും പാത്രവും എടുത്ത് ഇങ്ങനെ ഉണ്ണുന്ന വിൽസനെ പിന്നീട് ശ്രദ്ധിച്ചു. കാരണം ഞാനൊരു പ്രാർത്ഥനയുടെ ഒരു മാതാവിൻ്റെ ഫോട്ടോ എല്ലാവരുടെ മടിയിലും വെച്ച് കൊടുത്തപ്പോൾ വിൽസൺ അത് എടുത്തില്ല. ആ പടം താഴെ വീണു. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇതെന്താ ഈ മനുഷ്യനിങ്ങനെ ശ്രദ്ധിക്കാത്തതെന്ന്. അപ്പോഴാണ് ചോറും പാത്രവുമായി ഒരു സഹോദരി വന്ന് ഇദ്ദേഹത്തിന് വാരി കൊടുക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വിൽസൺ കണ്ണ് കാണാത്തൊരു മനുഷ്യനാണെന്ന്. പെട്ടെന്നുള്ള നമ്മുടെ ചിന്തകൾ
കാര്യങ്ങൾ ശരിയായി അറിയുമ്പോഴോ സത്യത്തിൻ്റെ മുഖം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. കണ്ണും കാതും കയ്യും കാലുമുള്ള നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം നമ്മെ വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഈയൊരു കൊച്ചു കൂട്ടായ്മ അത് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയാണ് എന്ന് ഞാൻ എപ്പോഴും പറയും. കാനായിലെ കല്യാണ വിരുന്നിനെ പോലെ അമ്മ മാതാവ് ഇറങ്ങി വന്ന് വിരുന്ന് ഗംഭീരമാക്കുന്ന ഒരു അവസ്ഥ. അമ്മയുടെ ബർത്ത്ഡേ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ജാതി മത ഭേദമന്യേ ഞങ്ങളുടെ അയൽവക്കക്കാരും എല്ലാവരും ഈ പരിപാടിയിലേക്ക് വന്നിരുന്നു. അതൊരു കൂട്ടായ്മ തന്നെയാണ്. ഇത് ആൻജിയോയാണ്. ജനുവരി മാസത്തിൽ ബ്രെയിനിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന കുട്ടി. എല്ലാവർക്കും ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ശക്തി കൊടുക്കാനും മനസമാധാനം കൊടുക്കാനും ഇവൻ്റെ മാതാപിതാക്കൾക്ക്. ക്രിസ്ത്യൻസ് അല്ലാത്ത മക്കളും ഈ കൂട്ടായ്മയിലുണ്ട്. അവരെന്നും പഠിക്കാൻ പോകുമ്പോഴും പരീക്ഷ വരുമ്പോഴും മാതാവിൻ്റെയും അന്തോണിസ് പുണ്യാളുടെയും അടുത്ത് വരും. അവരുടെ ഭാഷയിൽ ദേവിയും ദേവനുമാണ്. മമ്മി വന്നിട്ടില്ലേ? ആ എടുക്കണ്ട്. നിനക്ക് ഇരിക്കാൻ കസാരിയില്ലല്ലേ? ഇന്ന് നിൽക്കട്ടെ ചെറുപ്പക്കാരി. ഇത് സ്പെഷ്യൽ പലഹാരം. കുഴപ്പമില്ല, തീരുമാനം എനിക്കും സ്പെഷ്യൽ പലഹാരം. ഇത് അന്ന് മധുരം കൂടെ ഇത് മധുരമില്ല. മെസ്സേജ് വന്നോ? ഞാനാ എടുക്കട്ടെ. അല്ല ഞാൻ കഴിക്കുന്നുണ്ട്. വേണ്ട, ഒരു വിധത്തിൽ എടുത്ത് കഴിഞ്ഞു. ആ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഞാൻ ചോദിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്നിച്ചിടല്ലേ. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും
അങ്ങക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിന്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. ആവേ മരിയ, ആവേ കയ്യടിക്ക്, കയ്യടിക്ക്. ആവേ മരിയ, 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 ആവേ മരിയ. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്ന് പോലെ. എല്ലാം സ്ഥിരമായിട്ട് കൂട്ടായ്മയിൽ വരുന്ന മക്കളാണ്. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്, ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്, ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്, ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്, ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായ അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായ അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസനത്തെക്കുറിച്ച്, അതിദാരുണമായ പീഡാസനത്തെക്കുറിച്ച്, ഈശോയുടെ അതിദാരുണമായ പീഡാസനത്തെക്കുറിച്ച്, ഈശോയുടെ
അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് അതിദാരുണമായ പീഡാസനത്തെ അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് അതിദാരുണമായ പീഡാസനത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനെ ഞങ്ങളുടെ മേലും ലോകങ്ങളുടെ മേലും ഞങ്ങളുടെ ശിക്ഷയുടെ ശരീരവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ബ്രദറിൻ്റെ കൊടുത്തത് അമ്മച്ചി ബ്രദറിന് കയ്യിൽ നിൽക്കട്ടാ, ഞാൻ കടക്കട്ടെ. എന്നെ അന്വേഷിച്ചത് ആരൊക്കെയാ? ആലീസമ്മ ഇവിടെ എത്തിണ്ട്, യാത്ര പറയാനാന്നുകൊണ്ട് അവിടെ നിൽക്കുന്നു. പോവയ്യ, ഭക്ഷണം വേണ്ടേ? വണ്ടി വന്നാ ഷീല കോളേജ് നമ്മുടെ
എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എവിടെ അതെ ഞങ്ങളിപ്പോ ജീവനില്ലേ ഒല്ലൂരുണ്ട് ഭാരതമലയിലുണ്ട്. എനിക്കറിയില്ല, നിങ്ങളെ കണ്ടു, ആരെത്താണെന്ന് എനിക്കറിയില്ല. പുലർച്ചി അപ്പോൾ ഞങ്ങൾ കോട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ വീട്ടിലൊരു സുഖമില്ലാത്ത ഒരാളുണ്ട്, കുഞ്ഞമ്മ എന്ന പേര്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന ഓർക്കാം. ഞാൻ ഭിന്നശേഷിക്കാർക്ക് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരി, പോട്ടെ. പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് അമ്മയുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളുടെ അനുഭവങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗീയ രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസമ്മയോടും ഈ അപ്പച്ചനോടും ഈ കുടുംബത്തിലുള്ള ഓരോ മക്കളോടും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയമ്മയുടെ ജന്മദിനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് അനുഭവം ഞങ്ങൾക്കിവിടെ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ തണലിൽ ജീവിക്കുന്ന അമ്മയെന്ന് പറയുന്ന മുത്തശ്ശി മരത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ തണലിൽ ജീവിക്കുന്ന അലീസമ്മയെയും ഈ അപ്പച്ചനെയും ഞങ്ങളുടെ ഈ സഹോദരനെയും ഇന്ന് ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കും അമ്മയുടെ വലിയ തണല്, ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന മക്കളെപ്പോലെയാണ് ഞങ്ങൾ. പരിശുദ്ധ അമ്മയെ ഞങ്ങള് അമ്മ എന്ന് പറയുന്ന ആറ്റുതീരത്ത് നട്ട ആ വൃക്ഷം, അത് അഭിഷേകത്തിന്റെ വൃക്ഷമാണ്. സ്വർഗത്തിന്റെ നദിയിൽ നിന്ന് കർത്താവിന്റെ കൃപകൾ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയുടെ ജന്മതിരുനാളിന്റെ അന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതേ അഭിഷേകം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ അപ്പച്ചനെ സമർപ്പിക്കുന്നു. ഈ രോഗാവസ്ഥയിൽ പരിശുദ്ധ അമ്മനെ ഏറ്റെടുക്കണമേ. അമ്മയുടെ മകനോട് പറഞ്ഞ് ഈ സഹോദരന്റെ രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, നിങ്ങളുടെ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന പാവങ്ങളായ മക്കള്, അമ്മയുടെ പ്രിയപ്പെട്ട മക്കള്, അമ്മയുടെ എല്ലാ മക്കളെയും അമ്മ വഴി ഏറ്റെടുക്കണമേ. ഏതെങ്കിലും ശാരീരിക രോഗങ്ങള്, മാനസിക സമ്മർദ്ദങ്ങള്, ആത്മാക്കളെ കുറിച്ചുള്ള ദാഹത്തിൽ നിൽക്കുന്ന മക്കള്, അവരുടെ എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പറയുന്നു. അമ്മ മാതാവേ, സ്നേഹം ആലിസമ്മയെയും നിങ്ങളുടെ ശുശ്രൂഷയും അനുഗ്രഹിക്കണമേ യേശുനാമത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേളാങ്കണ്ണി മാതാവെ, ലോർദിലും ഫാത്തിമയിലും മെജിബോറിയയിലും മെക്സിക്കോയിലും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ ഈ അമ്മയുടെ അടുത്ത്, ആലിസമ്മയുടെ അടുത്ത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അമ്മയുടെ ബന്ധനെ ഓർത്ത് കെൽവിനച്ചനോട് ചേർന്ന് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹദായകമാക്കി മാറ്റുന്നതിന് അതിന് ക്ലാസ് ആയോട്ടെ ഇപ്പൊ കഴിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ
പിന്നെ മാത്യൂസ് ബ്രദറിനാണ് ഞാൻ കൊടുത്ത ഫുഡിനുള്ള പൈസ. ഷൈജൻ്റെയും പിന്നെ ഷീബ രണ്ടുപേരുടെ പൈസ ഞാൻ മാത്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കവറുകളൊക്കെ ബാക്കിയൊക്കെ ഞാൻ ബ്രദറിനോട് തന്നെ പറയാം. ഇനിയുള്ള പാവപ്പെട്ടവർക്ക് ബ്രദർ കൊടുത്തു. അപ്പോൾ അതായത് മാത്യൂസ് ബ്രദർ ശരിട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛന്മാർക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും സ്റ്റാർസനച്ഛനും തലക്കോട്ടിലച്ഛനും ഒക്കെ വന്നിരുന്നു. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് യാത്ര പറയുകയാണ്. എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് പോകുന്നത്. ദൈവത്തിന് നന്ദി. പ്രിയ കൂട്ടുകാരെ, ഞാനിത് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് രാജഗിരി ഹോസ്പിറ്റലിലാണ്. അല്ല വയറ് പറഞ്ഞാൽ അച്ഛപ്പന് വന്നാൽ മതി. 4 നാളെ പോളെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ ആ സമയത്ത് ഇല്ല 3 പ്രിയ കൂട്ടുകാർ, നിങ്ങൾ കണ്ട ഈ സഹോദരിയാണ് പാടൻ ക്രൂസിഫിക്സും മറ്റെല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ആളുടെ നമ്പറാണ് ഞാൻ അയച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. എന്തായാലും പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കഴിഞ്ഞ് എല്ലാവരും പോകുകയാണ്. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ചെയ്യുന്നത്. കാരണം ഫ്രാൻസിസ് ഏട്ടന് തീരെ സുഖമില്ലാതായി രാജഗിരിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. പരിശുദ്ധ അമ്മയുടെ 3-ാം വർഷം അമ്മ മാതാവും ഈശോയും തന്ന സമ്മാനമാണ് ഈ സഹനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം സ്വർഗത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എല്ലാം ഈശോയുടെ ഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ എല്ലാ ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് ആമീൻ.